ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSC 2021 ഫെബ്രുവരി 20 നടത്തിയ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആൻസർ കീ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് B ആണ്. ഒന്നാമത്തെ ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തതാണ്? ശരി ഉത്തരം ഓപ്ഷൻ A ആണ്, അറബി. ഓപ്ഷൻ A അറബിയാണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, കാൽ ബൈശാഖി എന്നത്? ആൻസർ ഓപ്ഷൻ A കാറ്റ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പേരിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ B ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ B കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. അഞ്ചാമത്തെ ചോദ്യം, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആരാണ്? ആൻസർ ഓപ്ഷൻ C വാസ്കോ ഡ ഗാമ. 6. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ A ആണ് 1858. ഏഴാമത്തെ ചോദ്യം, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ A വാറൻ ഹേസ്റ്റിങ്സ്. 8. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ D ആണ് ബ്രഹ്മസമാജം. 9. ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ B 1815. 10. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ A ആണ് ജവഹർലാൽ നെഹ്റു. 11. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ A ആണ് ജവഹർലാൽ നെഹ്റു. 12. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? ഓപ്ഷൻ A ചമ്പാരൻ സത്യാഗ്രഹം. 13. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ C ഡോക്ടർ S രാധാകൃഷ്ണൻ. 14. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ C ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. 15. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ A ആണ് മൗലിക അവകാശങ്ങൾ. 16. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ B ആണ് 24ാം ഭേദഗതി. 17. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ A ആണ് 44ാം ഭരണഘടനാ ഭേദഗതി. 18. ചോദ്യം, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ശരി ഉത്തരം ഓപ്ഷൻ B അനുച്ഛേദം 16. 19. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ B ആണ് 359. 20. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ B 1993. 21. ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ D ആണ് ഗവർണർ. 22. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ശരി ഉത്തരം ഓപ്ഷൻ A കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. 23. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ B മുഖ്യമന്ത്രി. 24. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ പുരുഷ അംഗമാരാണ്? ആൻസർ ഓപ്ഷൻ D അലോക് റാവത്ത്. 25. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ A മഞ്ചേശ്വരം പഞ്ചായത്ത്. 26. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിലെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ B 1.18%. 27. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ C കുണ്ടറ. 28. മണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ A ആണ് പെഡോളജി.
29. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സൈലന്റ് വാലി. 30. തനിമ, കൃത്രിമ എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൈത്തറി. 31. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, നീണ്ടകര. 32. KSEBിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ്? ഓപ്ഷൻ ബി ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ്. 33. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, നിലമ്പൂർ. 34ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഡിണ്ടിഗൽ, കൊല്ലം. 35. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഗമാനന്ദ സ്വാമി. 36. 1114 കഥ എന്ന കൃതി ആരാണ് രചിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അക്കമ്മ ചെറിയാൻ. 37. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത ഏതാണ്? ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ. 38ാമത്തെ ചോദ്യം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെങ്ങാനൂർ. 39. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠ സ്വാമി. 40. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തലശ്ശേരി. 41. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 1797. 42. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഞ്ചുതെങ്ങ് കലാപം. 43. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ആൻസർ ഓപ്ഷൻ ഡി, പഴശ്ശി വിപ്ലവം. 44. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1930. 45. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 32. 46. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഓപ്ഷൻ സി ശ്വാസകോശം. 47. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കരൾ. 48. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്? ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലാങ്കേറ്റ. 49. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെറിബെല്ലം. 50ാമത്തെ ചോദ്യം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ ബി മയോളജി. 51. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിറ്റാമിൻ സി. 52. ചൂടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബയോട്ടിൻ. 53. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അപ്പോളോ ഹോസ്പിറ്റൽ. 54. റേച്ചൽ കാർസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, DDT. 55. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോൺ. 56. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ സി സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. 57. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നതാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 58. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. 59. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ. 60. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്? ഓപ്ഷൻ സി ഊർജം. 61ാമത്തെ ചോദ്യം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനചലനമാണ്? ഓപ്ഷൻ ബി
ചലനം. അടുത്തത് 62ാമത്തെ ചോദ്യം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 7 അവസ്ഥകളാണ് ദ്രവ്യത്തിന് നിലവിലുള്ളത്. 63. ഒരു ന്യൂട്ടൺ സമം ഡാഷ് ഡൈൻസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 10⁵5 ഡൈനാണ് ഒരു ന്യൂട്ടൺ. 64ാമത്തെ ചോദ്യം. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോയാണ് പുറത്തായത്. ഇപ്പോൾ അഷ്ടഗ്രഹങ്ങളാണുള്ളത്. 65. 400-നും 1100-നും ഇടയ്ക്ക് 6ൻ്റെ എത്ര ഗുണിതങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ 117. 66ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ൻ്റെ ഗുണിതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 3816. 67. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ തുക കാണുക. 13.07, 21, 0.3, 1.25, 0.137, 25.546. ഇതിൻ്റെ തുകയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 62.303. 68. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? ആൻസർ ഓപ്ഷൻ ബി ആണ് 29.991. 69. 1/2-നും 1/3-ക്കും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് ഓപ്ഷൻ ഡി 2/5. 70ാമത്തെ ചോദ്യം. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഓപ്ഷൻ ഡി ആണ് 21/25. 71ാമത്തെ ചോദ്യം. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. 5ാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. 5ാമൻ്റെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2. 72ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് തുടർച്ചയായിട്ട് 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 46%. 73ാമത്തെ ചോദ്യം. ഒരാൾ എയിൽ നിന്നും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേർന്നു. തിരികെ ബിയിൽ നിന്നും എയിലേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലും എത്തുന്നു. ഈ യാത്രയിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഇവിടെ മതിയായ ഇൻഫർമേഷൻസ് ഇല്ലാത്തതിനാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. 74ാമത്തെ ചോദ്യം നോക്കാം. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 17.5 മിനിറ്റ്. 75ാമത്തെ ചോദ്യം. പ്ലസ് എന്നത് ഇൻറ്റു മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4ൻ്റെ വില എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 46. 76ാമത്തെ ചോദ്യം. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത സമവാക്യം രൂപീകരിക്കുക. 6 6 6 = 30. ഇവിടെ വരുന്ന ശരിയായ ചിഹ്നം ഓപ്ഷൻ ബി ആണ് ഇൻറ്റുവും മൈനസും. 77. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 12 6 24 12 48 24. ആൻസർ ഓപ്ഷൻ ബി ആണ് 96. 78ാമത്തെ ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെയാണ് എഴുതുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് KYYKPL. ശരി ഉത്തരം ഓപ്ഷൻ എ. 79ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ചെയിൻ. 80ാമത്തെ ചോദ്യം. ഇക്വിലൻ്റ് ഡാഷുമായി ബന്ധമില്ല. ആൻസർ ഓപ്ഷൻ എ ഇക്വിറ്റി. ഇക്വിറ്റിയുമായിട്ട് ബന്ധമില്ല ഇക്വിലൻ്റിന്. 81ാമത്തെ ചോദ്യം. ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയമാണെങ്കിൽ നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൃക്കകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 82ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അൽനിക്കോ. അതൊരു സങ്കരമാണ്. മറ്റുള്ളവ മൂലകങ്ങളാണ്. 83ാമത്തെ ചോദ്യം. 40 കുട്ടികൾ ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് മുന്നിൽ നിന്നും 19ാമത്, അവസാനത്ത് നിന്നും വിശ്വനാഥൻ്റെ റാങ്ക് എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 22. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് 22. 85. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിനാണ് സ്വാതി പുരസ്കാരം ലഭിച്ചത്. 86ാമത്തെ ചോദ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്?
ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്, KR സച്ചിദാനന്ദൻ. 87 കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, അടൂർ ഗോപാലകൃഷ്ണൻ. 88 കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഴീക്കോട് മുനിക്കൽ ഡോൾഫിൻ ബീച്ച്. 89ാമത്തെ ചോദ്യം നോക്കാം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ, ഇതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ക്വസ്റ്റ്യൻ പൂർണ്ണമല്ല. 90ാമത്തെ ചോദ്യം. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അജൽ മിശ്ര. 91 ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ജനുവരി 12 ഭാഗമായിട്ട് 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലക്നൗ. 92 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലേ. 93 നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. 94 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരനാണ്? ഓപ്ഷൻ ഡി, കൃതിക് പാണ്ഡെ. 95 ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രസീൽ. 96 ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? ആൻസർ ഓപ്ഷൻ ബി, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 97 ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെക്കാൻ പീഠഭൂമി. 98 ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ്? ഓപ്ഷൻ എ, ഡാർജിലിംഗ്. 99 ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദി ഏതാണ്? ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. 100ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സിന്ധു. അപ്പോൾ 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ചോദ്യ പേപ്പറിൽ കുറച്ച് റെയറായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, സാധാരണ PSC ചോദിക്കുന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും കട്ട് ഓഫ് 50ൽ താഴെ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ അധികം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന എക്സാം എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതേ മോഡലിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു.